അച്ഛൻ്റെ സിനിമയിൽ മകൻ ആദ്യമായി പാടാൻ വരുന്നു. ആദ്യ സിനിമയിൽ ആലപിച്ച ആ ഗാനം പിന്നീട് സൂപ്പർ ഹിറ്റുമാകുന്നു. പിന്നീട് വന്ന പല സിനിമകളിലും ഗായകനായി ആ ചെറുപ്പക്കാരൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അതെ, തിരക്കഥാകൃത്ത്, ഗായകൻ, സംവിധായകൻ, നടൻ എന്നീ വ്യത്യസ്ത വേഷങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു നല്ല സ്ഥാനം നേടിയെടുത്ത വിനീത് ശ്രീനിവാസൻ. 1984 ഒക്ടോബർ 1 വിനീതിൻ്റെ ജനനം. തൻ്റെ സ്കൂൾ പഠനത്തിന് ശേഷം ചെന്നൈയിലെ KCG കോളേജിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി. പിന്നീട് ഇറങ്ങിയ ചില സിനിമകളിൽ തനിക്ക് പാടാൻ നിരവധി അവസരങ്ങൾ ലഭിച്ചു. വാണ്ടഡ്, രസികൻ, ചാന്തുപൊട്ട്, ഉദയനാണ് താരം, ദ സ്പീഡ് ട്രാക്ക്, ക്ലാസ്മേറ്റ്സ് അങ്ങനെ നിരവധി സിനിമകളിൽ. ഇതിനിടയിൽ 2007 കോഫി അറ്റ് MG റോഡ് എന്ന ആൽബത്തിലെ പലവട്ടം കാത്തുനിന്നു ഞാൻ എന്ന പാട്ട് അന്ന് യുവത്വത്തിൽ വളരെ ഹരം കൊണ്ടിരുന്നു. പലവട്ടം കാത്തുനിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. പിന്നീട് 2008 തൻ്റെ കരിയറിലെ ആദ്യ പടം റിലീസിന് വന്നു. ജോണി ആന്റണി സംവിധാനം ചെയ്ത സൈക്കിൾ എന്ന സിനിമ പടം വിജയം കണ്ടെത്തി. പിന്നീട് അച്ഛൻ ശ്രീനിവാസന്റെ കൂടെ തൻ്റെ രണ്ടാമത്തെ സിനിമയായ മകൻ്റെ അച്ഛൻ എന്ന സിനിമയും അഭിനയിച്ചു. ഇതിനിടയിൽ 2010 താൻ ആദ്യമായി കഥ എഴുതി സംവിധാനം ചെയ്ത് സിനിമ പുറത്തിറങ്ങി. മലർവാടി ആർട്സ് ക്ലബ് പടം ബോക്സ് ഓഫീസിൽ വാണിജ്യ വിജയം കണ്ടെത്തി. അത് കഴിഞ്ഞ് വിനീതിൻ്റെ നിരവധി സിനിമകളായിരുന്നു പുറത്തിറങ്ങിയത്. ട്രാഫിക്, ചാപ്പാകുരിശ്, പത്മശ്രീ, ഡോക്ടർ സരോജ് കുമാർ അങ്ങനെ കുറേ. ഇതിനിടയിൽ തട്ടത്തിൻ മറയത്ത് എന്ന തൻ്റെ രണ്ടാമത്തെ സിനിമയും പുറത്തിറങ്ങി. 3 കോടി ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 18.9 കോടിയായിരുന്നു വാരിക്കൂട്ടിയത്. പിന്നീട് തിര, ജേക്കബിൻ്റെ സ്വർഗരാജ്യം എന്നീ സിനിമകൾ സംവിധാനം ചെയ്യുകയും ഒരു വടക്കൻ സെൽഫി എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതുകയും ചെയ്തു. 2022 മെറിലാൻഡ് സിനിമാസിൻ്റെ ബാനറിൽ പ്രണവ് മോഹൻലാൽ, കല്യാണി പ്രിയദർശൻ എന്നിവരെ വെച്ച് ഹൃദയം എന്ന സിനിമയും സംവിധാനം ചെയ്തു. ഇപ്പോൾ ഇത് അതേ ബാനറിൽ അതേ നടനെ വെച്ച് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ എത്തി നിൽക്കുന്നു. നീ എഴുതിയത് എനിക്കൊരു സിനിമ കാണുന്ന പോലെ കാണാൻ പറ്റുന്നുണ്ട്. നീ നാടകത്തിൽ നിൽക്കേണ്ട ആളല്ല. 90 കാലഘട്ടങ്ങളിലെ കോടമ്പക്കത്തിലെ സിനിമാ കഥയാണ് ചിത്രം പറയുന്നത്. പഴയ തമിഴ് സിനിമാ ലൊക്കേഷനും AVN സ്റ്റുഡിയോയും NGR, രജനീകാന്ത് എന്നിവരുടെ സാന്നിധ്യവും ഒക്കെ നമ്മൾ സിനിമയുടെ ട്രെയിലറിൽ കണ്ടറിഞ്ഞതാണ്. ചിത്രത്തിൽ പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, കല്യാണി പ്രിയദർശൻ എന്നിവരോടൊപ്പം നിവിൻ പോളി, ബേസിൽ ജോസഫ്, അജു വർഗീസ്, നീരജ് മാധവ്, ഷാൻ റഹ്മാൻ എന്നിവരുമുണ്ട്. വിശ്വജിത്തിന്റെ ഛായാഗ്രഹണത്തിന് അമൃത് രാംനാഥാണ് സംഗീതം നൽകുന്നത്. ചിത്രം ഏപ്രിൽ 11 തിയേറ്ററിലെത്തും.